യുദ്ധവിമാനം ഇറാൻ കടത്തി, സാങ്കേതിക വിദ്യ ചോർത്തി എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ഭയമുണ്ടാക്കുന്ന ഒരു സംഭവം, അമേരിക്കയുടെ യുദ്ധവിമാനം F-15, F-10 എന്ന് പറഞ്ഞ 2 യുദ്ധവിമാനം ഇറാൻ വെടിവെച്ച് വീഴ്ത്തി എന്നതല്ല. അവരുടെ പൈലറ്റുമാർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചോ എന്നുമല്ല. അവരുടെ വിഷയം എന്ന് പറയുന്നത് വീഴ്ത്തിയ യുദ്ധവിമാനം യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇറാൻ്റെ ഭൂമിയിൽ കിടക്കുന്നു. ഇതാണ് അവർക്ക് വലിയ വിഷയം. ആ വിഷയം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന അവരുടെ വിഭാഗം, പ്രത്യേക ഒരു വിങ് ആയിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ സാങ്കേതിക വിദ്യ ചോർത്തുക എന്നുള്ള. അവരുടെ കൈവശത്തിൽ എന്തൊരു ആയുധം വന്നാലും വളരെ പെട്ടെന്ന് തന്നെ അവർ സാങ്കേതിക വിദ്യ ചോർത്താനുള്ള ഒരു സംവിധാനം തന്നെ ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴെ പ്രവർത്തിക്കുന്നു. അത് രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗം പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് ഇതിന് മുൻപ് ഇറാനിൽ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നത്. അവരുടെ കൈവശത്തുള്ള മിസൈലിൻ്റെ സാങ്കേതിക വിദ്യ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ റഷ്യയുടെയും കൊറിയയുടെയും മറ്റ് രാജ്യങ്ങളുടെയും കൈവശത്തിൽ നിന്ന് വിലക്ക് വാങ്ങിയ മിസൈലുകളാണ്. 100 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകൾ റഷ്യയുടെ കൈവശത്തിൽ നിന്ന് വിലക്ക് വാങ്ങി 500 കിലോമീറ്റർ ആയിട്ട് അതിൻ്റെ സാങ്കേതിക വിദ്യാ സംവിധാനം മാറ്റിയിട്ട് അത് റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തും. അങ്ങനെ ലാഭം ഉണ്ടാക്കിയ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. സമാനമായ രീതിയിൽ ഒരു രാജ്യവും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഓരോരോ രാജ്യവും നിർമ്മിക്കുന്നത് അവരുടെ സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് തലമുറ കൈമാറിയിട്ട് അങ്ങനെയാണ് ഈ സംവിധാനം ഉണ്ടാക്കുന്നത്. ഇറാൻ വളരെ ഷോർട്ടായിരിക്കുന്ന മാർഗങ്ങൾ ഉപയോഗിക്കുന്നു. അഥവാ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 2 റിപ്പോർട്ട് ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നു. ഒന്ന്, ഇറാൻ വെടിവെച്ച് വീഴ്ത്തിയിരിക്കുന്ന യുദ്ധവിമാനം വളരെ പെട്ടെന്ന് തന്നെ ബോംബെറിഞ്ഞ് തകർക്കണമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യ ചോർന്നു പോയാൽ ഭയാനകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം പോകും. അഥവാ F-15 എന്ന് പറയുന്ന യുദ്ധവിമാനം വല്ലാതെ വൈകാതെ 6 മാസം കൊണ്ടെങ്കിലും അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിക്കുന്ന രീതിയിലുള്ള തന്ത്രശാലികളായിരിക്കുന്ന ആളുകളും ശാസ്ത്രജ്ഞന്മാരും അവരുടെ രാജ്യത്തുണ്ട്. അവർ വളരെ എണ്ണത്തിൽ കുറവുള്ളത് മാത്രമാണ് ശാസ്ത്രജ്ഞന്മാരായിട്ട് പുറത്ത് വിട്ടത്. നല്ലൊരു ശതമാനം അഥവാ 98% ശാസ്ത്രജ്ഞന്മാരുടെ വിവരങ്ങൾ പുറത്ത് വിടുകയില്ല എന്നുള്ളത് അവരുടെ നിലപാടാണ്. ഈ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലപ്പെടുത്തിയതിൽ യഥാർത്ഥത്തിലുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും പെട്ടുപോയാൽ വലിയ രീതിയിലുള്ള നഷ്ടം ഇറാൻ ഉണ്ടാവും. സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നേറാൻ വേണ്ടി സാധിക്കാത്ത പ്രയാസം അനുഭവിക്കുമ്പോൾ രാജ്യം പുരോഗതിയിൽ നിന്ന് അധപ്പതനത്തിലേക്ക് പോകുമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രജ്ഞരെക്കുറിച്ച് ഒരു വിവരം പുറത്തുവിട്ടിട്ടില്ല. 2% അറിഞ്ഞത് എന്നാണ് പറയുന്നത്. ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ അമേരിക്ക കൊന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള വിഷയമുണ്ട്. ഒന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: F-15 യുദ്ധവിമാനം ഇറാൻ കടത്തി കൊണ്ടുപോയിട്ടുണ്ട്. F-10 കടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അത് തകർക്കണം, അതായത് ശേഷിക്കുന്ന വിമാനങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തകർക്കണം. അവരെടുത്തു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ആ ബിൽഡിംഗ് തന്നെ തകർക്കണം എന്നുള്ള റിപ്പോർട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ, അതായത് ഇതിന് മുൻപുണ്ടായിരുന്നത് ലെബനാനിൽ ഒരു മിസൈൽ, ഇസ്രായേൽ വിട്ട ഒരു മിസൈൽ പൊട്ടാതെ കിടന്നു എന്ന് പറഞ്ഞാൽ അത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 2000 കിലോമീറ്ററിൻ്റെ അപ്പുറം പറന്നുകൊണ്ട് ആക്രമിച്ചിട്ട് വലിയ നാശങ്ങൾ വരുത്താൻ പാകത്തിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി നിർമ്മിക്കപ്പെട്ട മിസൈലാണ് എന്നാണ് പറയപ്പെട്ടത്. അതെന്ത് ചെയ്തു? ഒരു 2 ദിവസം അത് ഈ പറയപ്പെട്ട മരുഭൂമിയിൽ, അതായത് ഒരു ഒറ്റപ്പെട്ട മരുഭൂമിയിൽ പൊട്ടാതെ കിടന്നു എന്നുള്ള റിപ്പോർട്ട് ലെബനാനിലേക്ക് ഇസ്രായേൽ ഇട്ടതാണ്. 2 ദിവസം കഴിഞ്ഞ സമയത്ത് അത് തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് അതിന് മുമ്പ് തന്നെ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. പിന്നീട് അത് കാണാതെ പോയി. അപ്പോൾ അവരുടെ ഹിസ്ബുള്ള ഗ്രൂപ്പ് എന്ന് പറയുന്ന വിഭാഗം ആ മിസൈൽ എടുത്തുകൊണ്ട് അത് മറ്റ് ഏതെങ്കിലും ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് കടത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് യമനിൽ നിന്ന് ഇറാനിലേക്ക് ഒരുപാട് ദൂരം, 1000-ലധികം കിലോമീറ്റർ ദൂര വ്യത്യാസമുണ്ട്, അവിടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് അന്ന് തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ പൊട്ടാത്ത മിസൈലിൻ്റെ സാങ്കേതിക വിദ്യാ കാര്യങ്ങളെല്ലാം ഇറാൻ ചോർത്തിയെടുത്തു എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ഇപ്പോൾ അമേരിക്കയുടെ F-15 യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ ചോർന്നു പോയാൽ 6 മാസം കഴിയുന്ന സമയത്ത് അതിനേക്കാൾ കരുത്തുള്ള വിമാനം നിർമ്മിക്കാൻ വേണ്ടി ഇറാൻ സാധിക്കും എന്നുള്ളൊരു പേടി നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്ക കൊണ്ട് അത് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു. അതോടൊപ്പം തന്നെ പൈലറ്റുമാരിൽ ഒരാളെ അമേരിക്ക പിടികൂടി, 2ാമത്തെ ആളെയും പിടികൂടിയതായിരിക്കുന്ന വിവരം
അമേരിക്ക പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ അത് ഇറാൻ സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ്റെ കൈവശത്തിലാണ് എന്നുള്ള പ്രാദേശിക റിപ്പോർട്ടുകൾക്ക് പുറത്തു വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇറാൻ അത് പറയുന്ന സമയത്ത് മാത്രമേ ലോകം അത് വിശ്വസിക്കൂ എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പിടികൂടിയത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് പുറത്ത് വന്നിട്ടുമില്ല എന്നൊരു വിഷയമുണ്ട്. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോൾ ഇങ്ങനെയാണ് വിലയിരുത്തുന്നത്. ഇറാന് ഇതൊരു ചാകരയാണ്. സാധാരണഗതിയിൽ യുദ്ധം എന്ന് പറയുന്നത് രാജ്യത്തിന് സാമ്പത്തിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഇടിച്ചിലുണ്ടാവും, പരാജയം ഉണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും. അങ്ങനെ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ ഈ യുദ്ധം ചെയ്തത് അമേരിക്കയൊക്കെ ആണെങ്കിൽ അവരോട് പറയും ഏതെങ്കിലും തരത്തിൽ യുദ്ധം അവസാനിപ്പിക്കണം. അപ്പോൾ പിന്നെ അവർ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കും, അത് വകവെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് യുദ്ധം തീരല്. ഇറാൻ്റെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. ഇറാൻ ഇപ്പോൾ ചാകരയായിരിക്കുന്നത്. യുദ്ധം തുടരുന്നിടത്തോളം അവർക്ക് വലിയ സാമ്പത്തിക നേട്ടമുണ്ട്. രണ്ട് തരത്തിലാണ് സാമ്പത്തിക നേട്ടം. ഒന്ന്, ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കപ്പൽ കിടക്കണ 2 കോടി ഉറുപ്പിയോളം കൊടുക്കണം. 2 കോടി ഡോളറാണ് കണക്കാക്കുന്നത്. അതില്ലാതെ വിടാൻ വേണ്ടി സാധിക്കില്ല. 25 മുതൽ 200ഓളം കപ്പലുകൾ ഒരു ദിവസം പോകുന്നുണ്ട് എന്നാണ് അനുമാനം. അപ്പോൾ അങ്ങനെ ആ സമയത്ത് വലിയ രീതിയിൽ ഒരു 10 കപ്പൽ പോവുകയാണെങ്കിൽ തന്നെ നല്ലൊരു സംഖ്യ അവരുടെ കൈവശത്തിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരുപാട് ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഏകദേശം പറഞ്ഞ കണക്ക് പ്രകാരം 8 എണ്ണം വന്നു എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ട് 8 കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇറാനും ഇന്ത്യയും തമ്മിൽ വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയോട് പൈസ വാങ്ങിക്കൊള്ളണമെന്നില്ല. അത് 2 കൂട്ടരും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷേ പല രാജ്യങ്ങളിലേക്ക് കടത്തി വിടുന്നത് ഈ പണം വാങ്ങിയിട്ടാണ്. അതാണ് ഒന്ന്. രണ്ടാമത്തത്, ഈ അറേബ്യൻ രാജ്യങ്ങളിലുള്ള പല മേഖലയും ആക്രമിക്കും എന്നുള്ളത് ഇപ്പോൾ ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാനിലുള്ള ഏറ്റവും പഴക്കം ചെന്ന ചരിത്രപരമായിരിക്കുന്ന പേർഷ്യൻ സാമ്രാജ്യ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട പാലം അമേരിക്ക തകർത്തത് അഭിമാനത്തോടു കൂടി പറയുകയും ചെയ്തു. 1700 വർഷമൊക്കെ പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കുറേ രീതി അതിൻ്റെ 2 ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി ആ കാലഘട്ടത്തിൽ ജയിലിൽ കിടക്കുന്ന പ്രതികൾ കൂടി നിർമ്മിച്ചതാണ്. അതിന് ഇത്ര കാലം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കാലഘട്ടം വന്നിട്ടുണ്ട്, ഇത്ര സാമ്പത്തികം ചെലവായിട്ടുണ്ട്. പക്ഷേ അയാളുടെ ഗുണം എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ അതിന് യാതൊരു തകർച്ചയും സംഭവിച്ചിട്ടില്ല. ആ തരത്തിലാണ് നിർമ്മാണ പ്രവൃത്തി എന്നുള്ളത്. അതാണ് തകർത്തതോടനുബന്ധിച്ച് ഇറാൻ ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു. 8 പാലങ്ങൾ തങ്ങൾ തകർക്കും. അത് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടോ അവരുടെ സാമ്പത്തികം മുടക്കിയിട്ടോ നിർമ്മിക്കപ്പെടും. അതെല്ലാം തങ്ങൾ തകർക്കപ്പെടും എന്നുള്ളതാണ്. ഇതോടുകൂടി ഇവിടെ വലിയ ആശങ്ക അറേബ്യൻ രാജ്യത്ത്. പാലം തകർക്കുക എന്ന് പറഞ്ഞാൽ, ഒരു പാലം എന്ന് പറയുന്നത് സൗദിയും ബഹ്റൈനും തമ്മിലുള്ള കടൽപ്പാലമാണ്. അത് തകർക്കുന്ന സമയത്ത് അതിനുള്ള സാമ്പത്തിക നഷ്ടം ചെറുതൊന്നുമല്ല. അപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. ഇത്തരം സാമ്പത്തികമായ രീതിയിൽ വലിയ മുതൽ മുടക്കമുള്ള സ്ഥാപനത്തെയോ പാലത്തെയോ സംവിധാനത്തെ തകർക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇറാന് കൈക്കൂലി നൽകുന്ന പരിപാടി, അല്ലെങ്കിൽ ഇറാനെ സാമ്പത്തികമായിട്ട് സഹായിക്കുമെന്ന പരിപാടി. സാമ്പത്തികമായി സഹായിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിലൊക്കെ കൈക്കൂലി എന്നൊക്കെ പറയാൻ പറ്റൂ. അങ്ങനത്തെ പ്രവൃത്തി ഇപ്പോൾ ആന്തരികമായിട്ട് നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അപ്പോൾ ഞങ്ങളെ പാലങ്ങൾ തകർക്കരുത്, നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ പണം തരാം, എത്ര മുടക്കിയാലും. അതായത് ആ ബിൽഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന അത്രയും പണം തന്നെ ഇറാന് നൽകുകയാണെങ്കിൽ, ഇതൊരു ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപിക്കപ്പെട്ട റിപ്പോർട്ടൊന്നുമല്ല. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പ്രഖ്യാപനപരമായ രീതിയിൽ വരില്ല എന്ന് നമുക്കറിയാം. ഇത് അനൗദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടാണ്. പ്രാദേശിക റിപ്പോർട്ടിൽ മാത്രം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ആ ബിൽഡിങ് എത്രത്തോളം പണം മുടക്കിയിട്ടാണോ, ഇനിയിപ്പോൾ 1000 കോടി ഡോളറിൻ്റെ ബിൽഡിംഗ് ആണ് അവിടെ നിർമ്മിക്കപ്പെട്ടെങ്കിൽ അത്രയും കോടി ഡോളർ തന്നെ ഇറാൻ നൽകിയാലും ഈ ഗൾഫ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറേബ്യ രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് ലാഭമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ബിൽഡിംഗ് ഉണ്ടാക്കാൻ അത്രയും പണം ചിലവാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആ ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. മാത്രമല്ല വലിയ നാണക്കേടുമാണ്. ഈ പൊളിക്കപ്പെട്ട ബിൽഡിങ്ങിനാൽ തകർന്നു വീഴുന്ന ഭാഗങ്ങളൊക്കെ പൊളിച്ചു ഒഴിവാക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടാവും. അതെവിടെ നിക്ഷേപിക്കണം എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ടാവും. അതിനേക്കാളും ലാഭമാണ്. അത്ര തന്നെ കൊടുത്താൽ പോലും ലാഭമാണ്. തങ്ങളുടെ ബിൽഡിംഗ് തകർന്നിട്ടില്ല എന്ന് അഭിമാനിക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അമേരിക്കയുടെ ഇപ്പോൾ ബഹ്റൈൻ്റെ തീരത്ത് ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ ഇറാൻ തകർത്തായിരിക്കുന്ന ഒരു വിവരം പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ വലിയ രീതിയിലുള്ള പ്രയാസം ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നു. കാരണം ബഹ്റൈൻ കേന്ദ്രീകരിച്ചു കൊണ്ടെങ്കിലും ലക്ഷ്യത്തിലെത്തുമെന്ന് കരുതിയിട്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ കപ്പൽ നീങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും തകർക്കപ്പെട്ടിട്ടുണ്ട്.
18 കമ്പനികളുടെ ലിസ്റ്റ്. മറ്റൊരു റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കുന്ന 18ഓളം കമ്പനികളുടെ ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഇറാൻ പുറപ്പെടുവിക്കുകയും അത് തകർക്കപ്പെടുകയും അതിനുവേണ്ടി ഈ കമ്പനിക്ക് നേരെ തങ്ങൾ ആക്രമണം നടത്തും എന്ന് പറഞ്ഞിരുന്നു. സമാനമായ രീതി അവർ ആക്രമണം നടത്തും. ഒറാക്കിൾ എന്ന് പറയുന്ന സ്ഥാപനത്തെ ആക്രമിച്ച് ബിൽഡിങ്ങിന് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചു. അലൂമിനിയം പ്ലാന്റിനും റിഫൈനറിക്കും നേരെ തൊട്ടടുത്ത ദിവസം ആക്രമണം ഉണ്ടാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ്റെ 8 ലക്ഷം സൈനികരോട് യുദ്ധത്തിന് തയ്യാറാവാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഇതോടനുബന്ധി പുറത്തു വന്നു. അപ്പോൾ അമേരിക്കയുടെ സേന ഇപ്പോൾ മറ്റൊരു രീതിയിൽ ഒരു പ്രസ്താവന, അത് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ നടത്തിയതാണ്, വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ജനതയ്ക്ക് ഞങ്ങൾ പിന്തുണ നൽകുന്നു. കാര്യം ഞങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങളോടല്ല, നിങ്ങളുടെ സർക്കാരാണ്. സർക്കാരിൻ്റെ നിലപാടിനെയാണ് വിമർശിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടവർ പറഞ്ഞിരിക്കുന്നു. അഥവാ യുദ്ധം മറ്റൊരു തലത്തിലേക്കും മറ്റൊരു രീതിയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.